നമസ്കാരം. തമിഴ്നാട്ടിലുള്ള ട്രിച്ചിയിലേക്ക് പോവാണ്. തിരുച്ചിറപ്പള്ളി അതിൻ്റെ ഷോർട്ട് ഫോമാണ് ട്രിച്ചി എങ്ങനെ വേണമെങ്കിലും പറയാം. എന്തിനാ പോകുന്നത് വെച്ചാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി നമ്മുടെ റൈഡ് ഷെയറിങ്ങുള്ള വണ്ടിയാണ്. നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ഒരു വണ്ടിയും കൂടിയായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി. ആ വണ്ടി LHB ആണ്. അതിൻ്റെ ഫസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ട്രിച്ചിയിലേക്ക് പോകുന്നത്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുക്കാവേ. അപ്പോൾ പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ 161-60 മംഗലാപുരത്ത് നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന വണ്ടിക്കാണ് ട്രിച്ചിയിലേക്ക് പോകുന്നത്. നമ്മുടെ മലബാർ ഏരിയയിൽ നിന്നും ട്രിച്ചിയിലേക്ക് പോകുന്ന ഏക വണ്ടി അത് മാത്രമാണ്. വണ്ടി ഇപ്പോൾ വരും. ഒരു 3 മിനിറ്റ് ലേറ്റാണ് വണ്ടി. ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നും ചെന്നൈ എഗ്മോർ പോകുന്ന എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रीगण कृपया ध्यान दें, गाड़ी क्रमांक 1610 बैंगलोर सेंट्रल से चेन्नई एग्मोर तक जाने वाली एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक 2 पर आ रही है. അങ്ങനെ 8:38 പയ്യന്നൂർ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായേ. From 16347 from Thiruvananthapuram Central to Bangalore Central. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന കോച്ചിൽ അധികം ആൾക്കാരൊന്നും കയറിയിട്ടില്ല കേട്ടോ. കണ്ണൂർ കോഴിക്കോടൊക്കെ എത്തുന്ന സമയത്ത് ആൾക്കാർ ഫുള്ളാവുന്നത്. ഇപ്പം സീറ്റൊക്കെ ഫുള്ള് കാലിയാണ്. നമ്മളങ്ങനെ കണ്ണപുരം എത്തിയിട്ട് ഇപ്പോൾ ഡിപ്പാർട്ടായി. സമയം ഇപ്പം 9 മണി, കറക്റ്റ് 9 മണിയാണ്. നമ്മളങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി. ജനറൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറേ ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു. അവർ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. ഇനിയും ചിലപ്പം കയറും കേട്ടോ. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഡിപ്പാർട്ടായി. സമയം ഇപ്പം 9:16. ഇനി കണ്ണൂരിലേക്ക് വരേണ്ട വണ്ടി ചെന്നൈ സെൻട്രൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മെയിലാണ്. അത് ഇപ്പോൾ എത്തും. ഒരു 9:20 ആവുന്ന സമയത്ത് കണ്ണൂർ കയറും. അങ്ങനെ 10 മിനിറ്റ് ഡിലേയോട് കൂടിയിട്ട് നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ കോഴിക്കോടെത്തി. കുറച്ച് ആൾക്കാരൊക്കെ കയറി. ഇപ്പോഴും ഫുള്ളായിട്ടില്ല നമ്മുടെ കോച്ച്. വണ്ടിയും ഫുള്ളല്ല, സ്ലീപ്പറൊന്നും ഫുള്ളായിരിക്കില്ല, ജനറലൊക്കെ ഏകദേശം ഫുള്ളായിരിക്കും. നല്ല ഒച്ചപ്പാടാണ്. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് 3 വടയും ഒരു ചായയും മേടിച്ചു. 50 രൂപ. ഭയങ്കര കത്തി വിലയായി റെയിൽവേ സ്റ്റേഷനിൽ എന്ത് സാധനം മേടിച്ചാലും. പക്ഷേ വേറെ വഴിയില്ല. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും നോക്കിയില്ല. ഉച്ചക്ക് നോക്കാം. കോഴിക്കോട് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായി. അപ്പുറം കിടക്കുന്ന റേക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് കോഴിക്കോട് നടക്കുന്ന കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറിൻ്റെ ആണേ. ഇതൊരു ഡീസലൊക്കെ വെച്ചിട്ടൊരു ബോബിൻ ഫ്രൈറ്റ് വന്നു അപ്പുറത്തൂടെ. ഷൊർണൂർ മംഗലാപുരം ആ ഒരു സ്ട്രെച്ച് കുറേ പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി പതുക്കെ പോകുന്നത് കേട്ടോ. ഇവിടെ 110 ഉള്ളത് ഇപ്പോഴുള്ള മാക്സിമം സ്പീഡ് 110 ഇതിലൂടെ ഉള്ളത്. അത് 130ലേക്ക് കൺവേർട്ട് ആക്കാനായിട്ട് ട്രാക്കിൻ്റെയും മറ്റ് സ്ലീപ്പറിൻ്റെയൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് വണ്ടികൾക്കൊക്കെ. ഇതുണ്ട് ഇവിടെ പഴയ പാലത്തിൻ്റെ ഇതൊക്കെ പൊളിച്ചെറിഞ്ഞിട്ട് പുതിയ സംഗതികളും കാര്യങ്ങളൊക്കെ ഇടുക. സ്പീഡ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്. നല്ല ഉറപ്പ് വേണ്ടേ? 130 എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്പീഡായില്ലേ? പണി നടക്കട്ടെ. നമ്മൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒരു ഓവർടേക്ക് ഉണ്ട് നമുക്ക്. ഗാന്ധിധാമെന്ന്, ഗുജറാത്തിലെ ഗാന്ധിധാമെന്ന് തിരുനെൽവേലിക്ക് വന്ന് ഹംസഫർ ഇന്ന് സർവീസ് നടത്തുന്ന ദിവസം. അതിപ്പോൾ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് കല്ലായി എത്തിയിട്ടുണ്ട്. ഇനി അത് ഓവർടേക്ക് അടിച്ച് പോയിട്ട് നമ്മൾ ഇവിടുന്ന് വിടുള്ളൂ. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയത് ട്രിവാൻഡ്രം കാസർഗോഡ് വന്ദേ ഭാരതാണേ. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിൻ. അങ്ങ് ലോക്ക് കാണുന്നുണ്ട്, ഒരു WP7. അങ്ങനെ ഹംസഫർ എക്സ്പ്രസിൻ്റെ ഓവർടേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഡിപ്പാർട്ടായി. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം ഇപ്പോൾ 11:40 കേട്ടോ. നമ്മൾ ട്രിച്ചിയിലെത്തുമ്പോൾ രാത്രി 10 മണിയാവും. 9:55 10 മണി. ഓൺ ടൈമിനെത്തിയാൽ 10 മണിക്ക് മുമ്പ് എത്തും. നമ്മൾ താനൂരെത്തിയിട്ട് ഡിപ്പാർട്ടായി. താനൂരിലേക്ക് ഇപ്പം മംഗലാപുരത്തേക്ക് പോകുന്ന എറണാട് എക്സ്പ്രസ് വരും കേട്ടോ. മുംബൈ LTT തിരുവനന്തപുരം നോർത്ത് പിന്നെ ഗരീബ് രത്ത് എക്സ്പ്രസ് വരുന്നുണ്ട്.
ഗരീബ് രത്ത് എക്സ്പ്രസ് നമ്മളിവിടെ പോസ്റ്റ് ആക്കിയിട്ട് കയറി അങ്ങ് പോയി, ഓവർടേക്ക് അടിച്ചിട്ട് കയറിപ്പോയി. നമ്മളാണ് ഫസ്റ്റ് ഷൊർണൂരിൽ കയറേണ്ടത് 12:45. ഗരീബ് രത്ത് 1 മണിക്കാണ് ഷൊർണൂർ കയറേണ്ടത്. എന്നിട്ട് മുന്നേ കയറേണ്ട നമ്മളെ ഇവിടെ പിടിച്ചിട്ടിട്ട് മെയിൻ ലൈനിൽ പിടിച്ചിട്ടിട്ട് ലൂപ്പ് ലൈനിലൂടെ കയറിയിട്ട് ഗരീബ് രത്ത് നമ്മൾ ഓവർടേക്ക് അടിച്ചിട്ട് കയറിപ്പോയി. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയില്ല. നമ്മൾ പോകുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൻ്റെ പെയറിംഗ് ട്രെയിനാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയത്, മംഗലാപുരത്തേക്ക്. ചെന്നൈ എഗ്മോറിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്നത് 161-59 നമ്പർ. അതിനൊരു ഗോൾഡൻ റോക്കിൻ്റെ WDG4 ലിഫ്റ്റ് അടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സാരഥി WP7 റോയപുരത്തിൻ്റെ. കാരക്കാട് കുറേ നേരം പോസ്റ്റ് അടുപ്പിച്ച ശേഷം ഇപ്പോൾ 1:10 ആയപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ നമ്മളെ ഗരീബ് രത്തൊക്കെ ഓവർടേക്ക് അടിച്ചിട്ട് കയറിപ്പോയത്. നമ്മൾ മെയിൻ ലൈനിൽ അത് ലൂപ്പിലൂടെ കയറിയിട്ട് ഓവർടേക്ക് അടിച്ചു. എന്താ അല്ലേ? ഒന്ന് 22 ആയപ്പോൾ നമ്മൾ ഷൊർണൂർ കയറിയേ. അപ്പുറം അതേ ഗരീബ് രത്ത് കിടക്കുന്നത്. ഒന്ന് 42 ആയപ്പോൾ ഗരീബ് രത്ത് ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ ഡിപ്പാർട്ടായി. ഇനി അത് പോയി കഴിഞ്ഞാലേ നമ്മൾ ഇവിടുന്ന് വിടുകയുള്ളൂ. എന്തായാലും ഇനിയും ലേറ്റാവും നമ്മുടെ വണ്ടി. ഇപ്പം തന്നെ 1 മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റാണ് നമ്മൾ. 12:45 കയറിയിട്ട് 12:50 ഡിപ്പാർട്ടാവേണ്ട വണ്ടി 1:20 കയറ്റിയിട്ട് 1:53 ആയപ്പോൾ ഇപ്പോൾ ഡിപ്പാർട്ടായി കേട്ടോ. 1 മണിക്കൂറിന് മേലെ ഇപ്പോൾ ഡിലേ വന്നു നമ്മുടെ വണ്ടി. അപ്പുറം കിടക്കുന്ന വേണാട് എക്സ്പ്രസ് ആണേ. ഇനിയിപ്പോൾ ഷൊർണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ട് വേണാട്. അതിനൊരു WP7 റിവേഴ്സ് അടിച്ചിട്ട് പോകുന്നുണ്ട്. വേലവൻ സ്റ്റോഴ്സ് ജ്വല്ലേഴ്സിൻ്റെ ഒരു പരസ്യം ഒട്ടിച്ച WP7 ആണ് കേട്ടോ. അത് വേണാടിൻ്റെ ലോക്കോ. കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് വരുന്നുണ്ട്. ഒരു WP4 അതിൻ്റെ ലോക്കോ.
അങ്ങനെ 1 മണിക്കൂറും 9 മിനിറ്റ് ലേറ്റായിട്ട് 2:46 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറി. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മളെ കയറ്റിയത്. പാലക്കാട് നിന്ന് അങ്ങനെ നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായി. അങ്ങപ്പുറം കിടക്കുന്ന വണ്ടി പാലക്കാട് നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ്. നമ്മൾ പഴനിയിലേക്ക് പോയപ്പോൾ ആ വണ്ടിക്കാണ് പോയത്, പാലക്കാട് നിന്ന് പഴനിയിലേക്ക്. നമ്മളങ്ങനെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിൽ നിന്ന് സേലം ഡിവിഷനിലേക്ക് കടന്നു കേട്ടോ. കുറച്ചപ്പുറത്ത് വരെ, ആ ഒരു പാലത്തിൻ്റെ അപ്പുറത്ത് വരെയാണ് പാലക്കാട് ഡിവിഷൻ വരുന്നത്. ഇപ്പുറത്തോട്ട് ഇനി സേലം ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം ഇപ്പം 4:10 കഴിഞ്ഞു. അപ്പുറം കിടക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ധൻബാദിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ വണ്ടിയാണേ. അതിൻ്റെ AC 2 ടയർ ഉണ്ടോ, പഴയ നീല കളർ കോച്ച്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കോച്ചാണ് അത്. 2006 നിർമ്മിച്ചൊരു കോച്ച്. അടിപൊളി, എന്ത് ലുക്കാന്ന് നോക്കാം നീല കളർ കാണാൻ. അങ്ങനെ കോയമ്പത്തൂരിൽ നമ്മൾ ഡിപ്പാർട്ടായി. ധൻബാദ് സ്പെഷ്യലിന് കുറേ നീല കളർ കോച്ചുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാം ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കോച്ചുകളാണ്. 2010 നിർമ്മിച്ചൊക്കെ. അടിപൊളി അടിപൊളി. ബത്വ ലോക്കോ ഷെഡിൻ്റെ ഒരു G9 ആണ് കേട്ടോ അതിൻ്റെ ലോക്കോ. ഇതൊരു P7 ഇവിടെ കിടക്കുന്നത്, കവച്ച് ഫിറ്റഡ് ആയിട്ടുള്ള P7. കല്യാൺ ലോക്കോ ഷെഡിൻ്റെ ആണേ. നമ്മൾ കോയമ്പത്തൂർ ധൻബാദ് സ്പെഷ്യൽ ഇല്ലേ, അത് രാവിലെ 8 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് 8 മണിക്കെങ്ങാനും എടുക്കേണ്ട വണ്ടിയാണ് അത്. 8 മണിക്കൂറും 25 മിനിറ്റും റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഉള്ളത്. എന്നിട്ടിപ്പോൾ 4:20 ആ വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് എടുക്കും. ഇനി അതെപ്പോൾ എത്താനോ ധൻബാദിൽ സ്പെഷ്യൽ ആയതുകൊണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ പിടിച്ചിടും. ഈ വണ്ടിയുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പയ്യന്നൂരിൽ നിന്ന് കയറുന്ന സമയത്ത് നല്ല വൃത്തി ഉണ്ടായിരുന്നേ. കുറേ ഇങ്ങോട്ടൊക്കെ പാലക്കാട് കോയമ്പത്തൂരൊക്കെ ആവാനായപ്പോൾ ഞാൻ കയറി. അപ്പം മൊത്തം ബീഡി കുറ്റിയാണ് അതിൽ ടോയ്ലറ്റിൽ മൊത്തം. ഈ തമിഴന്മാർ ബീഡി വലിച്ചിട്ട് അതിൻ്റെ ബാക്കി ആ ടോയ്ലറ്റിനകത്ത് ഇട്ടു. നാറിയിട്ട് ബീഡിയുടെ സ്മെല്ലില്ലേ, അത് നാറിയിട്ട് അതിനകത്ത് കയറാൻ പറ്റില്ല. എല്ലാ ടോയ്ലറ്റും കണക്കാം. ഞാൻ ഈ S3 അപ്പുറം പോയി ഇപ്പുറം പോയി, എന്നിട്ട് S4 പോയി നോക്കി, അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. എന്ത് ചെയ്യാനാ. കോയമ്പത്തൂർ നോർത്ത് നിന്ന് നമ്മളിപ്പോൾ ഡിപ്പാർട്ടായേ. ഇവിടെ നമ്മളൊരു ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ നടത്തിയിട്ടുണ്ട്, ഒരു വ്ളോഗ്. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കോയമ്പത്തൂർ നോർത്ത്. നമ്മൾ തിരുപ്പൂർ എത്തിയിട്ട് ഡിപ്പാർട്ടായേ. തിരുപ്പൂർ കുറച്ച് നാൾ മുന്നേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. തിരുപ്പൂർ അപ്പുറം ഒരു BCNF ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. 5:10 കഴിഞ്ഞോട്ട് ഇപ്പോൾ സമയം. നമ്മൾ തിരുപ്പൂരൊക്കെ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഗ്രാമം കണ്ടോ, അവിടുത്തെ അമ്പലമാണ് കാണുന്നത്. ചെറിയ ചെറിയ വീടുകളും എന്തല്ലേ, എന്ത് രസമല്ലേ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. എന്ത് രസമല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമായി, സൂര്യനൊക്കെ പോയി. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ പിന്നെ സൂര്യനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. മൊത്തം ഒരു മഴക്കാറായിരുന്നു.
തൊട്ടിയപാളയം എന്നിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. തൊട്ടിയപാളയം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു ഗ്രാമത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഉണ്ടോ? പൂജ്യം 3680 കോയമ്പത്തൂരിൽ നിന്ന് ധൻബാദിലേക്ക് വന്ന സ്പെഷ്യൽ നമ്മൾ ഓവർടേക്ക് അടിച്ചിട്ട് കയറിപ്പോയി. ഈ വണ്ടിക്ക് പോയി ചത്തൂടെ? ഇവർ എക്സ്പ്രസ് ആയിട്ട് സ്പെഷ്യൽ വണ്ടിക്ക് സൈഡാക്കി കൊടുത്തിട്ട് ആ വണ്ടീനെ കയറ്റി വിടുക. എന്ത് പരിപാടിയാ! നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. 5:50 കയറേണ്ടത് 6:20 കേട്ടോ. അരമണിക്കൂർ ലേറ്റ് ഉണ്ട് വണ്ടി. ധൻബാദ് സ്പെഷ്യൽ ഈറോഡിൽ നിന്ന് ഇപ്പോൾ ഡിപ്പാർട്ടായിട്ട് പോയി. അതിൻ്റെ സ്ലീപ്പറിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ജനറൽ അത്യാവശ്യം തിരക്കുണ്ട്. സ്ലീപ്പറൊക്കെ ഫുള്ള് കാലിയായിട്ടാണ് പോകുന്നത്. സീറ്റൊക്കെ വേക്കൻ്റാ. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് നേരെ കരൂർ വഴി ട്രിച്ചിയിലേക്ക് പോകുന്ന ആ ഒരു ലൈനിലേക്ക് കയറും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഈ വണ്ടി പോകുന്നത്. നേരെ പോവില്ല, സേലം വഴി പോകുന്നില്ല വണ്ടി. WP4 ഉണ്ടല്ലോ. ഇതേത് വണ്ടിയെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ട്രിച്ചിന്ന് ഈ റോഡിലേക്ക് വന്ന പാസഞ്ചറാണിത്. ഇതിന് 2 ലോക്കോയുണ്ട്. ഇതിന് ബാക്കിലുള്ള WP7 ഫെയിലായതാണോ അല്ല ലിഫ്റ്റ് അടിച്ച് പോകുന്നതാണോ എന്നറിയില്ല. കണ്ടിട്ട് ഫെയിലായതാണെന്ന് തോന്നുന്നു. നമ്മൾ കൊടുമുടി എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയത് കേട്ടോ. അവിടെയാണ് ഈ ക്രോസിംഗ് ഉണ്ടായിരുന്നത്. ഈ റോഡ് തൊട്ട് ട്രിച്ചി വരെ സിംഗിൾ ലൈനാണ്. ഇങ്ങനെ ക്രോസിംഗ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട് ഈ ഒരു റൂട്ടിൽ. നമ്മുടെ മലബാർ ഏരിയയിൽ നിന്ന് ട്രിച്ചിയിലേക്ക് വരുന്ന ഏക ട്രെയിനാണ് ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇൻട്രോ എടുക്കുന്ന സമയത്ത്. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും ഒരു വീക്കിലി സർവീസ് നടത്തുന്ന പുതുച്ചേരിയിലേക്ക് പോകുന്നൊരു വണ്ടിയുണ്ട്. അതും ട്രിച്ചിയിലേക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടീനെ നമുക്ക് ഡെയിലി സർവീസ് നടത്തുന്ന നമ്മുടെ മലബാർ സൈഡിൽ നിന്ന് ട്രിച്ചിയിലേക്ക് പോകുന്ന വണ്ടി എന്ന് പറയാം. നമ്മളങ്ങനെ കരൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. 40-45 മിനിറ്റ് ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന നമ്മൾ കരൂർ എത്തിയപ്പോൾ വെറും 1 മിനിറ്റിൻ്റെ ഡിലേ അടിച്ചിട്ട് എത്തി കേട്ടോ. സമയം ഇപ്പം 7:40 ആയിട്ടുണ്ട്. കരൂർ ജംഗ്ഷൻ. ഇവിടുന്ന് ആൾക്കാർ ഇഷ്ടം പോലെ കയറാനുണ്ട്. കൂടുതലും ജനറലിന് കയറാൻ വേണ്ടിയിട്ടാണ്. എലമണ്ണൂർ നാട്ട് അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പിടിച്ചിട്ടുള്ളത്. കടലൂർ പോർട്ടിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചിട്ടാണ്. തിരുച്ചിറപ്പള്ളി ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ. ഇപ്പം ഓൺ ടൈമാണ് നമ്മുടെ വണ്ടി. ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഒരുപാട് സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മൾ 10-15 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഓൺ ടൈമായി. ഇനി തിരുച്ചിറപ്പള്ളി ഫോർട്ടിൽ നിന്ന് നമ്മുടെ ജംഗ്ഷനിലേക്ക് ഏകദേശം 4 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ കയറേണ്ട ടൈം 9:55. ഇപ്പം 9:30 ആയതുള്ളൂ. ട്രിച്ചി ഫോർട്ട് കഴിഞ്ഞ പിന്നെ ഉരുട്ടൽ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അമ്മാതിരി ഇഴച്ചിലായിരുന്നു ഈ വണ്ടി. കൊച്ചി ഇതിനേക്കാളും വേഗത്തിൽ ഇഴഞ്ഞു പോകും തോന്നുന്നു. അതുപോലത്തെ ഇഴച്ചിൽ വണ്ടി. എൻ്റെ പൊന്നെ,
ഇപ്പോൾ എന്നിട്ട് ട്രിച്ചി ജംഗ്ഷനിൽ കയറാൻ പോവാ. അങ്ങനെ 9:55 കയറേണ്ട വണ്ടി 9:50 ഇവിടെ കയറി കേട്ടോ. 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് കയറി. നമ്മൾ വന്ന കോച്ച് ഇതാണ്, S3 2014 നിർമ്മിച്ച കോച്ചാ. ഭയങ്കര ശോകമാണ് കേട്ടോ. ഈ വണ്ടിക്കൊക്കെ എപ്പോഴാണോ ഇനി LHB കിട്ടുന്നത്. ഈ വണ്ടി ഇനി ഇവിടുന്ന് ലോക്കോ റിവേഴ്സൽ അടിച്ചിട്ട് നേരെ ശ്രീരംഗം വഴി വൃദ്ധാചലം പോകും. അവിടുന്ന് പിന്നെ വില്ലുപുരം അല്ലെങ്കിൽ വിഴുപുരം പിന്നെ താമ്പരം വഴി നേരെ ചെന്നൈ എഗ്മോറിലേക്ക് പോകും. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തി നിൽക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഒരുപാട് ഈ വണ്ടിക്ക് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ട്രിച്ചിയിൽ നിന്ന് ഒരു തവണ പയ്യന്നൂരിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ കാണാം. അടുത്ത വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും, നമ്മുടെ LHB ഫസ്റ്റ് റണ്ണിൻ്റെ ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റിയുടെ. പിന്നെ ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം നോർത്ത് നിന്ന് കണ്ണൂർ വരെ പോകുന്ന നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT സൂപ്പർഫാസ്റ്റിൻ്റെ ആ ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.